Next we will be discussing slope deflection method. Second module second part ആണ് slope deflection method. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ഫോഴ്സ് മെത്തേഡിനെ ബേസ് ചെയ്താണ് പഠിച്ചത്. കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡ് ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചത് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡാണ്. ആൻഡ് 3 മൊമെൻറ്റ് തിയറം അതും രണ്ടും ഫോഴ്സ് മെത്തേഡ്സാണ്. ഫോഴ്സ് മെത്തേഡ് ഓഫ് അനാലിസിസിൽ വരുന്ന രണ്ട് മെത്തേഡ്സാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെയും പഠിച്ചത്. ദാറ്റ് ഈസ് മെത്തേഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ ആൻഡ് തിയറം ഓഫ് ലീസ്റ്റ് വർക്ക് അല്ലെങ്കിൽ 3 മൊമെൻറ്റ് തിയറം എന്ന് പറയുന്ന രണ്ട് മെത്തേഡ്സും ഫോഴ്സ് മെത്തേഡ്സാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ്. അപ്പോൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു സോൾവ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. എല്ലാ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഫോഴ്സ് മെത്തേഡും ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിലെ ആദ്യത്തെ ഒരു മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്. അപ്പോൾ ഈ മെത്തേഡ് മെയിൻലി ബേസ് ചെയ്തേക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മെത്തേഡിൽ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദി ബീംസ് ആർ അവിടെ ബെൻഡിങ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിഫോർമേഷൻ ഫോം ചെയ്യുന്ന ബെൻഡിങ് മൂലമാണ് എന്നാണ് സ്ലോപ്പ് ഡിഫ്ലക്ഷനിൽ പറയുന്നത്. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ അസ്യൂം ചെയ്യുന്നത് എല്ലാ ഡിഫോർമേഷൻസും ബെൻഡിങ് മൂലമാണ് ഫോം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആക്സിയൽ ഫോഴ്സ് അവിടെ നെഗ്ലക്റ്റ് ചെയ്യുക എന്നാണ് സ്ലോപ്പ് ഡിഫ്ലക്ഷനിൽ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിൻലി ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ റൊട്ടേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മൊമെൻ്റൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം റൊട്ടേഷൻസ് കണ്ടുപിടിക്കും, പിന്നെ മൊമെൻറ്റും റിയാക്ഷൻസും ഒക്കെ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അതിനുള്ള സ്റ്റെപ്സ് എന്താണ്? സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർ ഓൾ മെമ്പേഴ്സ് വി ഹാവ് ടു റൈറ്റ് ദ ഫിക്സഡ് എൻ മൊമെൻറ്റ്. ഫിക്സഡ് എൻ മൊമെൻറ്റ് കണ്ടുപിടിക്കണം. നമ്മൾ 3 മൊമെൻറ്റ് തിയറത്തിൽ ആദ്യമേ നമ്മൾ ഫ്രീ മൊമെൻറ്റ് കണ്ടുപിടിക്കും അല്ലേ, ആ ലോഡിനെ എക്സ്റ്റേണൽ ലോഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്രീ മൊമെൻറ്റ്. അതുപോലെ ഇവിടെ ഫിക്സഡ് എൻഡ് മൊമെൻറ്റാണ് കണ്ടുപിടിക്കുന്നത്. ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനൊരു ബീം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ബീമിൻ്റെ സപ്പോർട്ട് എൻഡ് സപ്പോർട്ട്സിനെ ബേസ് എൻഡ് സപ്പോർട്ടിൽ വരുന്ന മൊമെൻറ്റിനെയാണ് ഫിക്സഡ് എൻഡ് മൊമെൻറ്റ്. ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് ഫിക്സഡ് സപ്പോർട്ട് ഇപ്പോൾ ഹിഞ്ചഡ് ആണെങ്കിൽ അതിനെ ഫിക്സഡ് ആക്കിയിട്ട് അതിൻ്റെ മൊമെൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫിക്സഡ് സപ്പോർട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന മൊമെൻറ്റ്സ് സപ്പോർട്ട്സിലുണ്ടാകുന്ന ഫിക്സഡ് എൻഡ് മൊമെൻറ്റ്സ് ആദ്യം കണ്ടുപിടിക്കണം. ദെൻ ഫോർ ഈച്ച് മെത്തേഡ് റൈറ്റ് ഡൗൺ ദ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ. ഓരോ മെമ്പേഴ്സിനും എന്ന് പറഞ്ഞാൽ ഒരു ബീം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ഫിക്സഡ് ബീം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന ഇപ്പോൾ ABC എന്ന് പറഞ്ഞൊരു ബീം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഓരോ മെമ്പറിൽ ഇപ്പോൾ ഈ B എന്ന് പറയുന്ന ഒരു ജോയിൻ്റാണ്, A എന്ന് പറയുന്നത് ഒരു ജോയിൻ്റാണ്, C എന്ന് പറയുന്നത് ഒരു നോഡ്സാണ്, ജോയിൻ്റ് അല്ലേ നോഡ്. അപ്പോൾ ഈ A നോഡിന് ഒരു മെമ്പറേ ഉള്ളൂ, ദാറ്റ് ഈസ് AB. അതുപോലെ C നോഡിനും ഒരു മെമ്പറേ ഉള്ളൂ, ദാറ്റ് ഈസ് CB. പക്ഷേ B എന്ന് പറയുന്ന നോഡിന് 2 മെമ്പേഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് BA ആൻഡ് BC. ഈ B ജോയിൻ്റിൽ നിന്നാണ് BAയും BCയും ജോയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് 2 നോഡ്സ് ഉണ്ട്. അപ്പോൾ ആ ഓരോ മെമ്പേഴ്സിനും അല്ലെങ്കിൽ ഓരോ മെമ്പേഴ്സിൻ്റെ ബേസ് ചെയ്തിട്ട് സ്ലോപ്പ് ഇക്വേഷൻസ് നമ്മൾ കൊടുക്കണം. പിന്നെ അതിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ വെച്ച് ജോയിൻറ്റിനെ മെമ്പേഴ്സ് ജോയിൻ ചെയ്യുന്ന ജോയിൻറ്റിൽ നിന്ന് ഇക്വിലിബ്രിയം കണ്ടീഷൻ വെച്ച് നമുക്ക് സോൾവ് ചെയ്യണം. ദെൻ കമ്പൈൻ ദ ഫൈനൽ മെമ്പർ. ഇപ്പോൾ അവസാനം ഫൈനൽ മൊമെൻറ്റ് കണ്ടുപിടിക്കണം, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കണം. ഇത്രയാണ് നമുക്ക് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ ചെയ്യാനുള്ളത്. ഇനി അത് നമ്മൾ ഡിഫ്ലക്ഷൻ മെത്തേഡിൽ പോകുന്നതിന് മുന്നേ അസംഷൻസ് ഉണ്ട്. അസംഷൻസ് എന്ന് പറഞ്ഞാൽ ഓൾ ദി ജോയിൻസ് ആർ റിജിഡ്. ഇപ്പോൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ചെയ്യുമ്പോൾ എല്ലാ ജോയിൻസിനെയും റിജിഡായിട്ട് കൺസിഡർ ചെയ്യണം. ഓൾ ദി ജോയിൻസ് ആർ റിജിഡ്, ദാറ്റ് ഈസ് ആംഗിൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡിഫോർമേഷൻ ഷുഡ് ബി സെയിം. എന്ന് പറഞ്ഞാൽ ഒരു ബീം ബെൻഡ് ചെയ്തതിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡിഫോർമേഷന് സെയിം ആയിരിക്കണം. ഈ അസംഷൻ എക്സാമിന് ചോദിക്കാവുന്നതാണ് തിയറി ആയിട്ട്. Then distortion due to axial deformation are neglected. Axial deformation ബേസ് ചെയ്തുള്ള ഡിഫോർമേഷൻ എല്ലാം നെഗ്ലക്റ്റ് അല്ലെങ്കിൽ ബെൻഡിങ് ആക്സിൽ
ഡിഫോർമേഷൻ ഇവിടെ നെഗ്ലക്റ്റ് ചെയ്യുവാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ അസ്യൂം ചെയ്യുന്നത് എല്ലാ ഡിഫോർമേഷനും ബെൻഡിങ് മൂലമാണ് ഫോം ചെയ്യുന്നത്. ദെൻ ഷിയർ ഡിഫോർമേഷൻ ആർ ഓൾസോ നെഗ്ലക്റ്റ്. അപ്പോൾ ആക്സിയൽ ഡിഫോർമേഷനും ഷിയർ ഡിഫോർമേഷനും നെഗ്ലക്റ്റഡ് ആണ്. ബെൻഡിങ് ബേസുള്ള ഡിഫോർമേഷൻ മാത്രമേ ഇവിടെ നോക്കുന്നുള്ളൂ. അതുപോലെ ജോയിൻസ് എപ്പോഴും റിജിഡ് ആയിരിക്കണം. ഇനി സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത് എല്ലാ ക്ലോക്ക് വൈസ് എൻ മൊമെൻറ്റ്സ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ്, എൻ മൊമെൻറ്റ്സ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെഗറ്റീവ്. ഓക്കെ, ഇനിയുള്ളത് സെറ്റിൽമെൻറ്റിൻ്റെ കേസാണ്. സെറ്റിൽമെൻറ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബീം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ സപ്പോർട്ട് ഇപ്പം എ ബി എന്നും പറഞ്ഞൊരു സ്പാൻ ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ നമ്മളൊരു ബെൻഡിങ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഈ റൈറ്റ്സ് അല്ലെ ഈ ലെഫ്റ്റ് സപ്പോർട്ട് റൈറ്റ് സപ്പോർട്ടും ഓക്കെ. അപ്പം നമുക്ക് ഇങ്ങനെയാണ് ബെൻഡിങ് ഫോം ചെയ്യുന്നതെങ്കിൽ റൈറ്റ് സപ്പോർട്ടാണ് താഴോട്ട് വരുന്നതെങ്കിൽ, ലെഫ്റ്റ് സപ്പോർട്ടിനേക്കാളും റൈറ്റ് സപ്പോർട്ടാണ് ബെൻഡ് ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അതുപോലെ ലെഫ്റ്റ് സപ്പോർട്ടാണ് റൈറ്റ് സപ്പോർട്ടിനേക്കാളും ഹയർ എങ്കിൽ, ലെഫ്റ്റ് സപ്പോർട്ടാണ് താഴോട്ട് പോകുന്നതെങ്കിൽ നെഗറ്റീവ്. സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് കൊണ്ട് നമ്മൾ മലയാളത്തിൽ ഇരുന്ന് പോവുകയെന്ന് പറയത്തില്ലേ, വെയിറ്റ് അല്ലെങ്കിൽ ആ സോയിലിൻ്റെ കണ്ടീഷൻ ഗുഡ് അല്ലെങ്കിൽ അവിടുത്തെ ആ ഫൗണ്ടേഷൻ എങ്കിൽ താന്നു പോകും, ചരിഞ്ഞു പോകും. അതിനെയാണ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒറിജിനൽ പൊസിഷനിൽ നിന്ന് റൈറ്റ് സപ്പോർട്ടാണ് താഴോട്ട് പോകുന്നതെങ്കിൽ പോസിറ്റീവ്, ഒറിജിനൽ സ്പാൻ ലെങ്തിൽ നിന്ന് ലെഫ്റ്റ് സപ്പോർട്ടാണ് താഴോട്ട് പോകുന്നതെങ്കിൽ നെഗറ്റീവ്. അതാണ് സെറ്റിൽമെൻറ്റിൻ്റെ കണ്ടീഷൻ പറയുന്നത്. ഓക്കെ.